ഞാനിവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങണുള്ളൂ. അപ്പോഴത്തേക്കും ഇത് വന്നിങ്ങനെ വീണ സ്വരം ഇങ്ങനെ കേട്ടോണ്ട് ഞാൻ ഓടി അങ്ങോട്ട് കയറിപ്പോയി. അത്ര എനിക്കറിയാം. വരാപ്പുഴയിലെ മണ്ണന്തുരുത്തിൽ എനിക്ക് തൊട്ടുപുറകിൽ കാണുന്ന ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പാലത്തിന്റെ ജാക്കി അല്ലെങ്കിൽ അത് താങ്ങി നിർത്തിയിരിക്കുന്ന കമ്പികൾ ഒരു വീടിന്റെ വലിയ അപകടമാണ് ഒഴിവായത്. വീടിന്റെ തൊട്ട് ചേർന്നുള്ള ഒരു ഷെഡിൽ, ആ വീടിന് മുന്നിൽ ആ വീട്ടുകാർ സ്ഥാപിച്ചിട്ടുള്ള ഷെഡിലേക്ക് വന്ന് വീഴുകയായിരുന്നു. ആ വീട്ടുകാർ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? ഞാനിവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങണുള്ളൂ. അപ്പോഴത്തേക്കും ഇത് വന്നിങ്ങനെ വീണ സ്വരം ഇങ്ങനെ കേട്ടോണ്ട് ഞാൻ ഓടി അങ്ങോട്ട് കയറിപ്പോയി. അത്ര എനിക്കറിയാം. അപ്പോൾ പണിക്കാർ ഇവിടെ നിൽപ്പുണ്ട്. അവരപ്പം തന്നെ വന്നിട്ട് ഇത് എന്താണെന്ന് ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചു. പക്ഷെ അവർക്ക് നമ്മൾ ചോദിക്കുന്ന അറിയാൻ പറ്റില്ല. എന്നാലും ഞാൻ കൈ കൊണ്ട് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് അവർ വണ്ടി കൊണ്ട് അത് എടുത്ത് മാറ്റാൻ പോയി. അപ്പം നമ്മൾ അത് പറ്റൂലെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മകൻ അവിടെ ആയിട്ടുള്ളൂ. അവന് ഓടി വന്നു. അവൻ വന്നുകൊണ്ട് വേണം അവരെ തടസ്സം ചെയ്ത് ഇത് മാറ്റാൻ പറ്റൂലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതുണ്ടായത്. ഞങ്ങൾ ഇവിടെ നിത്യം ഈ വശത്താണ് പെരുമാറുന്നത്. അപ്പുറത്തൂടെ ഒന്നും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റൂല. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇതെടുക്കാൻ ബക്കറ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി. ഇവര് ഈ പാലത്തിന്റെ പണിക്കാര് ജോലിക്കാർ ഇവിടെ ഉണ്ടായിരുന്നോ? ജോലിക്കാർ അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വീണാക്കണം. അപ്പം ഇവര് അവിടെ മുകളിൽ ആ ഇതിട്ട് കുളത്തി ഇങ്ങനെ ഇട്ടുകൊണ്ട് മറ്റേ ക്രെയിന്മ ഇങ്ങനെ കുളത്തും. എന്നിട്ട് അത് വലിച്ച് ഇങ്ങനെ ഇടുന്നത്. അല്ലാണ്ട് അവരെല്ലാം വീഴും. അതും കൊണ്ട് വലിച്ചിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ വീഴും. അപ്പം ഇതെല്ലാം കൂടി വീഴുമ്പോൾ ഭയങ്കര ഇതാണ്. അതോടുകൂടി ഇവിടെ നിന്ന് കുറച്ചതാണ്. മറ്റേതെന്ന് വെച്ചാൽ ആ കാണും മുഴുവനും കൂടി ഒറ്റയടിക്കാണ് ഇങ്ങനെ വന്ന് വീഴുന്നത്. അത് പണിയാണ് അവർക്ക്. 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ അവർ ഈ പണി തന്നെയാണ്. അവരാരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞോ? എല്ലാവരും വന്നൊന്നും പറഞ്ഞിട്ടില്ല. ജനപ്രതിനിധികൾ വന്നിരുന്നു. അവർ വന്നിട്ട് പറഞ്ഞ് പണി സ്റ്റോപ്പ് ചെയ്യിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് വർക്ക് സ്റ്റോപ്പ് ചെയ്യിച്ചേക്കാണ്. അവർ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് തീരുമാനിച്ചിട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ അവര് ഇത് അമ്മച്ചി പറയുന്നത് പണിക്കാരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണു എന്നാ പറയുന്നത്. അതാണ് ക്രെയിൻ വെച്ച് വലിച്ച് മറ്റേ റിമൂവ് ചെയ്യാണ്, റീഷട്ടറിങ് ചെയ്യാണ്. അന്നേരത്താണ് ഇത് പറഞ്ഞു വീണത്. അവർ പഠിച്ചിട്ടാണ് എല്ലാം കൂടി ഒരുമിച്ച്. അപ്പോൾ ജോലിക്കാർ ആ സമയത്ത് നമ്മളോട് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അവർ ഹിന്ദിക്കാരാണ്. നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കാതെ അവർ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് ഹിന്ദിയെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അത് തന്നെയാണ്. NHAയുടെ ആളുകൾ വരണോ ഇനിയിപ്പോൾ അല്ലേ? NHA വരണം. പിന്നെ ഇതിൻ്റെ കോൺട്രാക്ടർമാർ വരണം. വേറാരും തന്നെ വന്നിട്ടില്ല. പോകുന്ന കാര്യം അത് വരാൻ വേണ്ടി നോക്കിയിരിക്കണം. അത് വന്നു കഴിഞ്ഞാൽ ചെയ്ത് തരാമെന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഈ ഷെഡിൻ്റെ മുകളിലേക്കല്ല വന്ന് വീടിന് വേറെ ഈ കോൺക്രീറ്റൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നേരത്തെ നിർമ്മാണത്തിലിരിക്കുമ്പോൾ തന്നെ ഇവിടെ ചിന്നലൊക്കെ വന്നാറുണ്ട്. വേണ്ട ചിന്നലുകളൊക്കെ ഇതിൻ്റെ ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് പിടിപ്പിച്ച ആ ഭാഗത്തുള്ള കോൺക്രീറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലേ? ചെറിയ പ്രശ്നം പൊട്ടൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഷീറ്റ് മാറ്റുന്ന കമ്പികളൊക്കെ കയറ്റി വന്ന സമയത്ത് ഇത് അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഇത് വന്ന് തലയിൽ വീണ് തല പൊട്ടി. പിന്നെ 3-4 ദിവസം ആസ്പത്രിയിലൊക്കെ ആയിരുന്നു. അതിനൊന്നും അവരങ്ങനെ ഇതൊന്നും ചെയ്തൊന്നുമില്ല. 3 മാസം വരെയും പുള്ളി ഇവിടെ റെസ്റ്റ് ചെയ്ത് ഇരിക്കുന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വേദനയൊക്കെ അതുമുണ്ട്. അതെന്താണ്ടായത്? അന്ന് ലോറിന് ഒരു ചെറിയ കഷ്ണം ലോഡ് ഇറക്കിക്കൊണ്ട് കഴിഞ്ഞ് ഇരിക്കാതെ എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ വീട്ടിലോട്ട് പറഞ്ഞു കഴിക്കാണ് സംഗതി. എന്തോ ഒരു കഷ്ണം വീണിട്ട് ഞാൻ ബോധം കെട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് സ്ഥലമാക്കി സ്റ്റിച്ചിട്ട് എന്നിട്ട് അവർ ചെറിയ പേയ്മെൻറ്റ് എന്നിട്ട് എന്നെ പറഞ്ഞു വിട്ടു. 3 മാസം വരെ ഞാൻ റെസ്റ്റ് എടുത്തു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവേദനയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പഞ്ചായത്തിലെ ആളുകളോടൊക്കെ പറഞ്ഞോ? പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വന്നിരുന്നു, മെമ്പർമാരൊക്കെ വന്നിരുന്നായിരുന്നു. അവർ വന്നിട്ട് അവർ പറഞ്ഞാൽ പണി സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അവർ വന്ന് ഉത്തരവാദിത്തപ്പെട്ട് വന്ന ആൾക്കാർ സംസാരിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു ഭാഗ്യം കൊണ്ട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഇതിപ്പോൾ ഈ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഉള്ള ഒരു ഷെഡിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ മുന്നിലുള്ള ആ റൂഫിലേക്ക് മാത്രമാണ് ഇത് വന്ന് പതിച്ചത്. പക്ഷേ ആ റൂഫ് പിടിപ്പിച്ച കോൺക്രീറ്റിന് ചില പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല വലിയ അപകടം ഒഴിവായി. അമ്മച്ചി വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടു കൂടി ഇത് വന്ന് വീഴുന്നത്. പെട്ടെന്ന് തന്നെ അവർ ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. എന്തായാലും നിരുത്തരവാദപരമായ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുവെന്ന് പഞ്ചായത്ത് ആളുകൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിൽ ഇനി താൽക്കാലികമായി അപ്പോൾ തന്നെ മാറ്റാൻ ശ്രമിച്ചതാണെന്നാണ് അമ്മച്ചി പറയുന്നത്. പക്ഷേ അവർ തടഞ്ഞത് കാരണം അത് മാറ്റിയിട്ടില്ല. ഇനി ബന്ധപ്പെട്ട ആളുകൾ വന്നതിന് ശേഷമാണ് തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും വീട്ടുകാർ നമ്മോട് പറയുന്നു. ക്യാമറ പേഴ്സൺ രാഹുൽ ബിജുവിനൊപ്പം അഹമ്മദ് മുസ്തഫ, മീഡിയ 1 കൊച്ചി.